ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സസ്യം പരിചയമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടോ? പക്ഷേ 90കളിലുള്ളവർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ഈ സസ്യത്തെക്കുറിച്ച് അറിയുമായിരിക്കും. അപ്പം വേണ്ട ഇതിനാണെങ്കിൽ പോണക്കുള്ള നല്ല മിനുസമൊക്കെയുള്ള ഇലകളാണുള്ളത്. ഇത് പോണക്കുള്ള കാകൾ വേണ്ട പഴുത്ത് നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പേരാണ് സോപ്പ് ചെടി അല്ലെങ്കിൽ സോപ്പ് ബുഷ് എന്ന് പറയപ്പെടുന്ന ഒരു സസ്യമാണിത് കേട്ടോ. അപ്പം ഞങ്ങളാണെങ്കിൽ കുഞ്ഞിലെയൊക്കെ ഇതിൻ്റെ കാകളൊക്കെ പറിച്ച് തിന്നിട്ടൊക്കെ ഉണ്ട്. ബെറിയുടെയൊക്കെ കൂട്ട് തന്നെ ഇരിക്കും. ദൈവത്തെ ഇത് കണ്ടിട്ട് ആരും അത് അനുകരിക്കുകയോ പറിച്ച് കഴിക്കുകയോ ഒന്നും ചെയ്യരുത് കേട്ടോ. കാരണം നമുക്കറിയത്തില്ല, അന്നത്തെ എൻ്റെയൊക്കെ കുഞ്ഞിലെയൊക്കെ നമ്മൾ കാണുന്ന കായും അതും ഇതുമൊക്കെ പറിച്ച് തിന്നുമായിരുന്നു. വിഷമോ അതിനെക്കുറിച്ചോ ഒന്നും അറിയത്തില്ല, തീരെ കുഞ്ഞിലത്തെ കാര്യമാണ്. ഇപ്പം ഇങ്ങനെ ആരും ഇതൊന്നും ഉപയോഗിക്കുകയൊന്നും ചെയ്യില്ല. അപ്പം ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഇല നമ്മൾ പറിച്ച് വെള്ളിക്കൊലുസ്, പണ്ട് വെള്ളി അരിഞ്ഞാണമൊക്കെ കഴുകാനൊക്കെ ഇതായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉപയോഗിച്ചിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അതിനാണ് നമ്മളിതിന് സോപ്പ് ചെടി എന്നുള്ള പേര് വന്നത് കേട്ടോ. ഇതുണ്ടായിക്കഴിഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ ഈ തോട്ടങ്ങളിൽ, വനമേഖലകളിലൊക്കെ ഈ ചെടി ഒരുപാട് കാണാൻ പറ്റും കേട്ടോ. ഇത് കണ്ടോ, മുന്തിരി പോലെ നിറച്ച് ഇതിൻ്റെ കായാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കായ ഇങ്ങനെ നമ്മൾ പറിച്ചിട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ പൊട്ടിച്ച് കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കറുത്ത് ഒരു ദ്രാവകം കണ്ടോ, നിറച്ച് വിത്തുകളൊക്കെ ആയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ കായ അങ്ങോട്ട് പൊട്ടിച്ചു നല്ല മണമായ അടിപൊളി മണമായി. ഇതിൻ്റെ കായൊക്കെ പഴുത്ത് കഴിയുമ്പോൾ നല്ല രസമാണ്. അപ്പം ഞങ്ങളുടെയൊക്കെ സ്ഥലത്ത് റബ്ബർ തോട്ടമൊക്കെ കൂടുതലുള്ളത് കൊണ്ടുണ്ടല്ലോ, ഈ ഒരു ചെടിയൊക്കെ ഇഷ്ടത്തിനുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളൊക്കെ കൂട്ടുകാരൊക്കെ കൂടി ഇതൊക്കെ പറിച്ച് തിന്നു. അന്ന് കുഞ്ഞിലെ ഒന്നും നമുക്ക് കഴിക്കുന്നത് നല്ലതാണോ ചീത്തയാണോ വിഷമുണ്ടോ അതിനെക്കുറിച്ചൊന്നും കൂടുതലുള്ള അറിവുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഞാനിതിൻ്റെ ഇലയൊന്ന് പറിച്ച് ഞാൻ പതപ്പിച്ച് കാണിക്കാവേ. അപ്പം എങ്ങനെയാണ് ഈ പേര് വന്നതെന്ന് നമുക്ക്. അപ്പോൾ വേണ്ട ഈ ഇലയാണ്. ഇല ഞാൻ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ സോപ്പും പത പോണൊക്കെ വരും നമ്മുടെ ഈ ഇലയിൽ. അപ്പം ഇത് പണ്ട് വെള്ളി അരിഞ്ഞാണവും കൊലുസും ഒക്കെ ഇങ്ങനെ ഈ ഇലയിട്ടാണ് ഞങ്ങൾ കഴുകിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ ഞെരടി എടുക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് സോപ്പ് പത പോണൊക്കെ വരും കേട്ടോ. അപ്പം ഇതിനാണ് സോപ്പ് ചെടി എന്ന് പറയുന്നത് കേട്ടോ. നല്ല വെള്ളിയാഭരണമൊക്കെ വെളുക്കുകയും ചെയ്യുമായിരുന്നു കേട്ടോ. ഇതൊക്കെ ഇട്ടാണ് ഞങ്ങൾ കഴുകിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ സസ്യം ഇത് ഉപയോഗിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അപ്പോൾ ഇതാണ് വേണ്ട അതിൻ്റെ കായ്. ഇത്രയും കായകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കഴിക്കുന്നൊന്നുമില്ല, ഞാൻ കുഞ്ഞുങ്ങളെ കാണിക്കാനൊക്കെ കൊണ്ടുവന്നതാണ് കേട്ടോ. ഞങ്ങളുടെയൊക്കെ കുഞ്ഞിലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോഴേ. ഇതിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ ഇതാ കേട്ടോ, ഇത് ഒരിടത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഒരു അരിക്കകത്ത് നിറച്ച് ഇത് പോണക്ക് വിത്തുകളായ കാരണം ഒരു പാടുണ്ടാകും കേട്ടോ. അപ്പോൾ ഒത്തിരി പേരും ഇത് നശിപ്പിച്ചങ്ങ് കളയും. കാരണം ഭയങ്കരം കാട് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് വളരുന്ന ഒരു സസ്യമായത്.